അപ്പം ഹായ്, മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ചതയാഘോഷത്തിൻ്റെ ഭാഗമായി സ്പെഷ്യൽ മാത്രം ഞാൻ കാണിക്കാം. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഈ ഒരു കടലപ്രഥമനാണ്. കടല കുക്കറിൽ വേവിച്ച് ഉടച്ചുടച്ച് നല്ലതാക്കി വെച്ചിട്ടുണ്ട്. ഒരു കടായി വെച്ചു, അതിലേക്ക് ഞാൻ നെയ്യ് ഒഴിച്ചു. അതിലേക്ക് ഞാൻ ഈ വേവിച്ച് വെച്ച ഞാൻ എടുത്തുകൊണ്ടൊന്ന് സ്റ്റാൻഡിലോട്ട് വെച്ചില്ല, അതുകൊണ്ട് ആണ് മൊബൈൽ ആടുന്നത്. അപ്പം ഞാൻ ഈ വേവിച്ച കടല ബുദ്ധിമുട്ടാണിത് രണ്ടും കൂടെ ചെയ്യുന്ന കാര്യം. അപ്പം ഞാൻ അതിലോട്ട് ഇട്ടിട്ട് കാണിക്കാം. ഉണ്ടോ, ഇതിലേക്ക് നമുക്ക് കരണ്ടി അങ്ങ് മാറ്റാം. എന്നിട്ട് നമ്മളിതിലേക്ക് എപ്പോഴും ഈ തവിയുടെ ഉപയോഗിക്കാവൂ. അപ്പം കടല മൊത്തത്തിലങ്ങ് ഉടച്ചാൽ നമുക്ക് ചവച്ച് കുടിക്കാനായിട്ടുള്ള അപ്പോൾ ഇത് നെയ്യിലിട്ട് ഞാൻ കടല ഒന്ന് മൂപ്പിക്കുകയാണ്. കണ്ടോ, നെയ്യിൽ ആ കടലയിട്ടൊന്ന് വേവിച്ച കടലയിട്ടൊന്ന് മൂപ്പിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇനി ഞാൻ ശർക്കര പാനി ഒന്ന് അരിച്ചൊഴിക്കട്ടെ. ഞാൻ ശർക്കര പാനി അതിലേക്ക് ഒഴിച്ചു. ഇനി ആ നെയ്യിലിട്ട് ഈ ശർക്കര പാനി കടലയും കൂടി ഒന്ന് വരണം. കണ്ടോ, അപ്പോൾ കടലപ്രഥമൻ്റെ വീഡിയോ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇന്നിടാമെന്ന് വിചാരിച്ചത്. അപ്പം ഇത് കടലപ്രഥമനിൽ നെയ്യൊഴിച്ച് അതിലേക്ക് വേവിച്ച കടല ഇട്ടു, എന്നിട്ട് ശർക്കര പാനി ഒഴിച്ചു. അപ്പം അതൊന്ന് ഇതാവട്ടെ, അതിനൊന്ന് ഇളക്കി അതൊന്ന് വരട്ടി ഒത്തിക്കൂടെ ഒന്ന് നെയ്യിൽ കിടന്നൊന്ന് വരണ്ട് വരണം. അപ്പം ശർക്കര പാനി ഒഴിച്ച് നമ്മൾ 1/4 മണിക്കൂറോളം അതിലിട്ട് വരട്ടി കടല ഇതാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പാലൊഴിക്കാം. പാലൊഴിച്ചു, നമുക്ക് ഇളക്കാം. കടല നല്ലതുപോലൊന്ന് മിക്സിയിലങ്ങനെ അരക്കുകയാണെങ്കിൽ മൊത്തത്തിൽ അങ്ങ് ഇതായി പോകും. ഞാൻ കുറച്ച് കടലാകുമ്പോൾ ചവച്ചുകൂടെ കുടിക്കാൻ വേണ്ടി ഉണ്ടോ തവി വെച്ച് ഉടച്ചതേ ഉള്ളൂ. എനിക്കിത്തിരി ചവച്ച് കുടിക്കുന്നതിന് ഇഷ്ടം. ചിലരങ്ങ് വെറും മാവായിട്ടങ്ങ് ഇതാക്കും. അപ്പം ഇത് ഒരു 10 മിനിറ്റ് ഒന്ന് ഇളക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇത്തിരി ഇതിപ്പം ഞാൻ പശുമ്പാൽ, ഇതിപ്പം ഞാൻ തേങ്ങാപ്പാലാണ് ഒഴിച്ചത്. ഇനി അതൊന്ന് തിളച്ചതാക്കി ഇതാകുമ്പോൾ ഇത്തിരി നമുക്ക് പശുമ്പാൽ കൂടി ചേർത്ത് ഏലക്ക ബാക്കിയുള്ള സാധനങ്ങളെല്ലാം വറുത്തിട്ട് നമുക്ക് ഇതാക്കാം. അപ്പോൾ ഞാൻ ഇത്തിരി നേരം ഒന്ന് ഈ പാലിലിട്ട് ഒന്ന് ഇളക്കട്ടെ. സ്പൂണിൽ ചേർത്താൽ മതി, എന്ത് പെട്ടെന്ന് സ്പൂൺ
അത് ഇരുന്നിട്ട് എടുത്താൽ മതി. അപ്പഴേ വന്നുടനെ ഇരുത്താനല്ലല്ലോ. അഞ്ജലി അപ്പോൾ നമ്മുടെ കടലപ്രഥമൻ റെഡി. അതിലേക്ക് നമുക്ക് ഈ തേങ്ങ അങ്ങ് ആദ്യം ഇടാനുള്ളതായിരുന്നു കേട്ടോ. മുന്തിരി 2-3 കരിഞ്ഞു. നോക്ക്. അപ്പം നമ്മുടെ കടലപ്രഥമൻ്റെ വീഡിയോ ഞാൻ ഇതുവരെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പം നമ്മുടെ ഇതാണ് കടലപ്രഥമൻ്റെ വീഡിയോ. എൻ്റെ കടലപ്രഥമൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും. എൻ്റെ ചതയാഘോഷത്തിൻ്റെ സ്പെഷ്യലാണെന്ന്. അപ്പം നമുക്ക് 2-3 ഗസ്റ്റ് വരുന്നുണ്ട്. ഗസ്റ്റിൻ്റെ കൂടെ എൻ്റെ കുഞ്ഞും വരുന്നുണ്ട്. എൻ്റെ പൊന്നുമോൻ ആദിയും വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൊച്ചു വരുമെന്ന് കുറച്ച് മുമ്പെയാണ് അറിഞ്ഞത്. അവരഞ്ഞ് എത്താറൊക്കെ ആയിട്ടുണ്ട്. എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ പോയിരുന്നു. അപ്പം എൻ്റെ കടലപ്പായസത്തിൻ്റെ കടലപ്രഥമൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ബാക്കി എല്ലാവരും വന്ന് കണ്ടതിന് ശേഷം ബാക്കി ഇൻട്രോ പറയാം. അപ്പോൾ ഇതാണ് എൻ്റെ കടലപ്രഥമൻ.